കട്ട്ലറ്റിലാണ്. എനിക്ക് കട്ട്ലറ്റ്സ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. സോ മുംബൈയിലുണ്ടായിരുന്ന സമയത്ത് ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ട് എനിക്കത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഈ പല ഓപ്ഷൻ പറഞ്ഞിട്ടും എൻ്റെ വാശിക്ക് ഞങ്ങൾ ഇവിടെ വന്ന് തന്നെ കഴിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കലൂരുള്ള ഇവരുടെ ഔട്ട്ലെറ്റിൻ്റെ മുമ്പിൽ പോയി എത്ര നേരം കാത്തിരുന്നു എന്നറിയാവോ. പിന്നീട് ഞങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ഔട്ട്ലെറ്റ് ഇപ്പോൾ വർക്കിംഗ് അല്ലെന്ന്. എന്നാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് ആ ഔട്ട്ലെറ്റാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയർഡായി, ആകെപ്പാട് ഞങ്ങളുടെ മുഖമെല്ലാം അപ്പടി ടയർഡായി. പിന്നെ ഇവിടെ 4 ടൈപ്പ് ഓഫ് കട്ട്ലറ്റ്സ് ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു മൊജിറ്റോയും ഒരു ബ്ലൂ മൊജിറ്റോയും ബ്ലൂ മൊറോക്കോ മൊജിറ്റോ ഒക്കെ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ സംഭവമാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് ഈ 4 കട്ട്ലറ്റും ടേസ്റ്റ് ചെയ്യണം. അപ്പം എൻ്റെ മുഖത്തെ ആ ക്ഷീണം നല്ലോണം ഇറങ്ങണം. വെയിലത്ത് നമ്മൾ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ കട്ട്ലറ്റ് ട്രൈ ചെയ്തു. ഇറ്റാലിയൻ ചീസായിരുന്നു ആദ്യത്തെ കട്ട്ലറ്റ്. ചീസ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണിത്. നല്ല അത്യാവശ്യം ഇച്ചിരി സ്പൈസിനെസ് ഉണ്ട്. എന്നാൽ ഡിപ്പ് അടിപൊളിയായിരുന്നു. ആ ഡിപ്പിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഒരു നല്ല കോംബോ ആയിട്ട് എനിക്ക് തോന്നി ചീസിൻ്റെ. ഇനി അടുത്തത് ചീസ് പുള്ളാണ്. ചീസ് പുള്ളെന്ന് പറഞ്ഞാൽ നടുഭാഗത്ത് മാത്രമേ കുറച്ച് ചീസ് കാണത്തുള്ളൂ. നമ്മളിങ്ങനെ പുള്ളി ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ വലിഞ്ഞു വരും. അതിൻ്റെയും ഏകദേശം സിമിലർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എന്താ, നമുക്ക് ഈ നഗറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അടുത്തത് നമ്മൾ കാന്താരി ആണ് ട്രൈ ചെയ്തത്. കാന്താരിയാണോ പച്ചമുളകാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു കാന്താരിയാണ് ആദ്യം. പിന്നെ കഴിച്ച് വന്നപ്പോൾ എനിക്ക് കാന്താരിയുടെ ഫ്ലേവർ അല്ല തോന്നിയത്, വേറൊരു ടൈപ്പ് ഓഫ് പച്ചമുളകിൻ്റെ ഫ്ലേവർ. അപ്പോൾ എനിക്ക് കാന്താരിയായിട്ട് തോന്നിയെങ്കിലും പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്തപ്പോൾ അതിനൊരു പച്ചമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എരിവ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എരിവ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇത്, എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക്. അങ്ങനെ നമ്മൾ അടുത്തത് ട്രൈ ചെയ്യാൻ പോവുക. അടുത്തത് ക്ലാസിക് ചിക്കൻ ആയിരുന്നു. അതിനും എരിവുണ്ടായിരുന്നു കേട്ടോ. അതും നല്ലതായിരുന്നു. ഞാൻ പ്രത്യേകം പറയാം, ഒരു നാടൻ കട്ട്ലറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്പോട്ടിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ഏറ്റവും ഈ നഗറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ ഈ സ്പോട്ടിലേക്ക് പോകാവുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഇവരുടെ ഒരിത് ഇഷ്ടപ്പെടാഞ്ഞത്, ആ ഔട്ട്ലെറ്റ് ബന്ധായിട്ട് കുറേ നാളായി, എന്നിട്ട് പോലും ഇവരൊരു അപ്ഡേറ്റോ കാര്യങ്ങളോ അതിന് കൊടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും അതുകൊണ്ട് സഫർ ചെയ്തു. നമ്മൾ ഒരു 4 മണി തൊട്ട് ഒരു 5 മണി വരെ നട്ടപ്ര വെയിലത്ത് അവിടെ പോയി. ഇന്നലെ ഞങ്ങൾ ഇച്ചിരി ടയർഡായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം എവിടെയും പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ പോകാൻ പോകുന്നത് പൈ ബ്രദേഴ്സ് ദോശ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. MG റോഡിൻ്റെ അവിടെയാണ്. നമുക്ക് പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇന്നൊരു ഉച്ചയോടുകൂടി തിരിച്ച് നമ്മൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ്. ഇതിന് ശേഷമുള്ള ട്രിപ്പും കാര്യങ്ങളും നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അതിനുശേഷം നോക്കാം, നമുക്ക് എന്താ സിറ്റുവേഷൻ അനുസരിച്ച് ബാക്കി ട്രിപ്പ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസം നമ്മൾ രാവിലെ വന്നത് പൈദോശ കഴിക്കാനാണ്. ഈ പൈദോശ എനിക്ക് പരിചയപ്പെടുത്തുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. പണ്ട് എൻ്റെ ചേട്ടൻ്റെ കല്യാണ സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിന് എറണാകുളം സ്ഥിരം വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇവിടെ കയറി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ആ ദോശകളൊക്കെ ഇഷ്ടപ്പെട്ടു. 2 ടൈപ്പ് ഓഫ് ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിലൊന്ന് SI ഭരതെന്ന് പറഞ്ഞൊരു വെറൈറ്റി പേര് കണ്ടുകൊണ്ട് അത് ഓർഡർ ചെയ്തു. കാഞ്ചീപുരമൊക്കെ എല്ലാം കാടമുട്ട വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇവർ. ഏകദേശം സെയിം മസാല, പക്ഷേ എന്താ പറയുന്നത്, ടോപ്പിങ്സ് ഇച്ചിരി വെറൈറ്റി ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ഇത്. പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. നാടൻ ടേസ്റ്റായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ അരയ്ക്കുന്ന, അതായത് തനി കേരള സ്റ്റൈൽ നാടൻ ചമ്മന്തിയായിരുന്നു അവിടെ കിട്ടിയിരുന്നത്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന ഒരു മസാലയായിട്ട് നല്ല ബീട്രൂട്ടൊക്കെ ഉള്ള ഒരു മസാല ടൈപ്പ് ഓഫ് ദോശയാണ് ഇവിടെ കിട്ടിയത്. രണ്ടിനും ടേസ്റ്റ് ഏകദേശം സിമിലർ ആയിരുന്നു കേട്ടോ. വലിയൊരു വ്യത്യാസം ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ഇവരുടെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് ഇവരുടെ ഒറിജിനൽ ഇത് MG റോഡിൻ്റെ അവിടെ ആയിരുന്നു. അപ്പം നമ്മൾ തപ്പിപ്പോയപ്പോൾ ഒറിജിനൽ നമുക്കത് കിട്ടിയില്ല. ഞാൻ അന്ന് പോയ സ്ഥലത്തല്ല ഞങ്ങൾ ഇന്ന് പോയത്. പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ ഷീലാമ്മയുടെ ഫാമിലിയുടെ അടുത്തേക്കാണ് വന്നത്. പിന്നെ അവരോടൊക്കെ ബൈ പറഞ്ഞ് നേരെ ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. കാരണം നമ്മളൊരു ലോ ഫ്ലോർ AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എറണാകുളം ടു ചങ്ങനാശ്ശേരി. സോ വൈറ്റില ഹബ്ബിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് കയറേണ്ടത്. വൈറ്റില ഹബ്ബിൽ വന്നിട്ട് നമ്മൾ നേരെ ചങ്ങനാശ്ശേരിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിന് ശേഷമുള്ള ട്രിപ്പിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്ങോട്ടാണ് പോകുന്നത്, ഇനിയും കുറച്ച് സർപ്രൈസ് വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ട് എൻജോയ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോ കേട്ട് കാത്തിരിക്കുക.